ഇത് ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന മിക്സറാണ്. ഈ 24 സൂചിപ്പിക്കുന്നത് ഇതിൽ 24 ചാനൽ ഇൻപുട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഡൈനാടെക്കിൻ്റെ തന്നെ 16 ചാനലും 12 ചാനലും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ മിക്സറിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള 24 ചാനലിൽ കുറേ നോബുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ എടുത്തിട്ട് ആ ചാനൽ കാണിച്ചിരിക്കുന്ന നോബുകളൊക്കെ എന്തിനുള്ളതാണ്, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന നോബ് എന്ന് പറയുന്നത് ഗെയിൻ നോബാണ്. അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഏതാ മൈക്കാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ആ ഇൻസ്ട്രുമെൻ്റ് അല്ലെ മൈക്കിൻ്റെ ഗെയിൻ നിയന്ത്രിക്കുന്ന സാധനമാണ് ഈ ഏറ്റവും മുകളിലായിട്ടുള്ള ചുമല കളറിൽ കാണുന്ന നോബ്. അതിൻ്റെ താഴെയായിട്ട് കാണുന്ന വെള്ള കളറിലെ 3 നോബുകളും അതിനിടയ്ക്ക് ഒരു കറുത്ത നോബും വന്നിട്ടുണ്ട്. ഈ വെള്ള കളറിലെ നോബും ഈ കറുത്ത നോബും നമ്മുടെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായും 3 തരത്തിലുള്ള ഫ്രീക്വൻസികളാണ് നമ്മൾ ശബ്ദത്തിനകത്ത് കാണുന്നത്. അതിൽ ഹൈ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വീറ്ററിനകത്തൂടെ കേൾക്കുന്ന സൗണ്ടാണ്, ഒരു ചിലമ്പ് സൗണ്ട്. ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ പ്രൊഫഷണലായിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർമാർക്ക് ചിലപ്പോൾ സുഖിച്ചെന്ന് വരത്തില്ല. ഇത് ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇത് ഞാൻ പല വീഡിയോസ് ഇട്ടപ്പോഴും അതിനകത്ത് ഈ നോബുകളൊക്കെ എന്താണെന്നുള്ളത് ചോദിച്ച് കമൻറ്റുകളും എനിക്ക് വാട്സപ്പിലും മെസ്സേജുകളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രൊഫഷണൽ സൗണ്ട് എഞ്ചിനീയർമാർ ഈ വീഡിയോ വിട്ടേക്കുക. ഇത് സാധാരണക്കാരന് പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഹൈ ഫ്രീക്വൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന മിഡ് ഫ്രീക്വൻസി. ഈ മിഡ് ഫ്രീക്വൻസി ശരിക്കും നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന സൗണ്ട് അതിൻ്റെ കുറച്ച് ഡെപ്ത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫ്രീക്വൻസിയാണത്. അതിലേറ്റവും താഴെ കാണുന്ന ലോ ഫ്രീക്വൻസി. ഈ ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ബാസ് എന്ന് നമ്മൾ പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന ഫ്രീക്വൻസിയാണ്. അതാണ് ഈ ഏറ്റവും താഴെ കാണുന്ന ലോ ഫ്രീക്വൻസി. അപ്പോൾ ഈ നടുക്ക് കാണുന്ന 2 നോബുകൾ അത് മിഡ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. അത് 2 എണ്ണം എന്തിനാണെന്നുള്ളത് പിന്നീട് പറഞ്ഞു തരാം. ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പച്ച കളറിലെ 4 നോബ് കാണാം. ഈ പച്ച കളറിലെ 4 നോബുകൾ വോക്സ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിലൊരു പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേജിലേക്കൊരു മോണിറ്റർ കൊടുക്കണം. കാരണം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്ക് അയാൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കൊടുക്കുന്ന മോണിറ്ററുകളുണ്ട്. ആ മോണിറ്ററുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഓക്സ് നോബുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒന്നാമത്തെ ചാനലിൽ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ചാനലിൽ മറ്റൊരു മൈക്കും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഞാൻ 2 ചാനലിലെ മൈക്കിലും കൂടെ പാട്ട് പാടുകയാണ്, 2 പേര് പാട്ട് പാടുകയാണ്. അപ്പോൾ ഒരു മോണിറ്ററും കൂടെ സ്റ്റേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേജിലേക്ക് കൊടുത്ത മോണിറ്ററിലേക്ക് നമുക്ക് ആദ്യം പാടുന്ന, അതായത് ഒന്നാമത്തെ ചാനലിൽ കൊടുത്ത ആ മൈക്കിൻ്റെ സൗണ്ട് മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ ഈ ഓക്സ് 1 എന്നുള്ളതായിരിക്കും ഓപ്പൺ ആക്കി വെക്കുക. അങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്സ് ഔട്ട് എടുത്ത് കൊടുത്തിരിക്കുന്ന മോണിറ്ററിലേക്ക് ഈ ഒന്നാമത്തെ ചാനലിലെ സൗണ്ട് മാത്രമേ ചെല്ലുകയുള്ളൂ. ഇനി 2 പേരും പാടുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 നോബും തുറന്നു കൊടുത്താലേ നമുക്ക് സ്റ്റേജിലെ ഫസ്റ്റ് മോണിറ്റർ, അതായത് ഓക്സ് 1 അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന മോണിറ്ററിലേക്ക് നമുക്ക് ഇതിൻ്റെ ഓഡിയോ സിഗ്നലുകൾ ചെല്ലുകയുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന ഓക്സ് 2, ഓക്സ് 3, ഓക്സ് 4 എന്ന് കൊടുത്തിരിക്കുന്ന നോബുകളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ 4 മോണിറ്ററുകൾ സ്റ്റേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മോണിറ്ററിലേക്കുള്ള ഫ്രീക്വൻസി, അതിലെ ശബ്ദ തരംഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ. ഇത് ഓരോന്നും ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ ചാനലിൽ കൊടുത്തിരിക്കുന്ന മൈക്കാണെങ്കിൽ മൈക്കല്ല, ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓഡിയോ സിഗ്നലുകൾ നമുക്ക് സ്റ്റേജ് മോണിറ്ററിലേക്ക് ചെല്ലുകയുള്ളൂ. ഈ ഓക്സ് നമ്മൾ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇത് സ്റ്റേജ് മോണിറ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഈ ഓക്സിൻ്റെ നോബ് തിരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് മോണിറ്ററിലേക്ക് കണക്ഷൻ വരത്തില്ല. അതിനിവിടെ ഓക്സിനൊരു സെപ്പറേറ്റ് പാനലുണ്ട്. ഇവിടെ നോക്കുക, ഓക്സ് സെൻഡ് 1, ഓക്സ് സെൻഡ് 2, ഓക്സ് സെൻഡ് 3, ഓക്സ് സെൻഡ് 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ എല്ലാ ചാനലിലും നമ്മൾ ഓക്സ് 1 ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഓപ്പൺ ചെയ്ത സാധനം നമുക്ക് മോണിറ്ററിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓക്സ് സെൻഡ് 1 എന്നുള്ളത് ഓപ്പൺ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് മോണിറ്ററിലേക്ക് കിട്ടുക. ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കണം. ഇത് നമ്മൾ ഏതൊരു മിക്സറാണെങ്കിലും അതിനൊരു ലെഫ്റ്റ് റൈറ്റ് ഔട്ട്, മെയിൻ ഔട്ട് കാണും. ആ മെയിൻ ഔട്ടിൽ നിന്നല്ല നമ്മൾ ഈ ഓക്സിൻ്റെ കണക്ഷൻ എടുക്കുന്നത്.
ഇതിന് ഈ മിക്സറിൻ്റെ ബാക്കിൽ ഓക്സിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള സെപ്പറേറ്റ് കണക്ടറുകളുണ്ട്. അവിടേക്കായിരിക്കും നമ്മൾ മോണിറ്ററുകൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്തു തരാം കൃത്യമായിട്ട്. ഇപ്പോൾ ഇവിടെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനക്കുറവുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കാണിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നോബ് എന്നാന്ന് നോക്കാം. ഇതിൻ്റെ താഴെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഓക്സ് 1, 2, 3, 4 ഇങ്ങനെ കാണുന്നത് ചിലതിൽ 6 വരെയൊക്കെ കാണാം, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാം. അപ്പോൾ അതിനർത്ഥം നമുക്ക് 6 ഓക്സ് 6 വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മോണിറ്റർ ഇതിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിലതിൽ ഒരെണ്ണേ കാണത്തുള്ളൂ, ചിലതിൽ 2 എണ്ണം കാണും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്സ് ഒരെണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു മോണിറ്റർ ആയിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുക. ഓക്സ് 2 എണ്ണം ഉണ്ടെങ്കിൽ 2 മോണിറ്റർ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നീല കളറിലെ 2 നോബുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നീല രണ്ടും നമുക്ക് എഫക്ട്സുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ ഈ 2 എഫക്ട്സുകളുണ്ട്. 2 എഫക്ട്സ് എഞ്ചിൻ ഇതിനുള്ളത് കൊണ്ടാണ് ഇതിൽ എഫക്ട്സിന് 2 നോബ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലതിൽ എഫക്ട്സ് ഒരെണ്ണേ കാണത്തുള്ളൂ. ഇപ്പോൾ യമഹയുടെയൊക്കെ 16 ചാനലോ 20 ചാനലോ ഒക്കെ മിക്സർ ആണെന്നുണ്ടെങ്കിൽ അതിൽ എഫക്ട്സ് ഒരെണ്ണേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് ഒരു നോബേ കാണത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഈ എഫക്ട്സിൻ്റെ നോബ് ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക. ഇത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് എഫക്ട്സ് കിട്ടണമെന്നില്ല. എഫക്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇതിൻ്റെ ഇങ്ങേറ്റത്തേക്ക് വരണം. ഇവിടെ നമുക്ക് എഫക്ട്സിൻ്റെ ഒരു പാനലുണ്ട്. ഇത് FX1 എന്നും FX2 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് ഡൈനടെക് മിക്സർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് 2 ചാനലിലേക്ക്, അതായത് 2 എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. FX എഞ്ചിൻ. അതിൽ നമുക്ക് ഒന്നാമത്തത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ LRലേക്കായിരിക്കും ഇതിൻ്റെ ഔട്ട് കിട്ടുന്നത്. ഈ സെക്കൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഡിസ്പ്ലേയിൽ നോക്കിക്കൊണ്ട് നമുക്കിതിൻ്റെ എഫക്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാം. എഫക്ട്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ അത് നോക്കാം. ഇനി നമുക്ക് ഈ എഫക്ട്സ് നമ്മുടെ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന മോണിറ്ററിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ എഫക്ട്സ്, ഇപ്പം നമ്മളൊരു ഡിലേ ആണ് ഒന്നാമത്തെ എഫക്ട്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ ഡിലേ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓക്സ് 1 എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എഫക്ട്സ് എന്താണോ ആ എഫക്ട്സ് നമുക്ക് ഒന്നാമത്തെ മോണിറ്ററിലേക്ക് കിട്ടും. രണ്ടാമത്തെ മോണിറ്ററിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി FX2 ആണ്, നമ്മളൊരു ഡിലേയും ഒരു റിവർബും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അത് രണ്ടാമത്തെ സാധനം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്സ് 1ലേക്കാണ് വേണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 എണ്ണമാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, എഫക്ട്സിന് വേണ്ടി മാത്രമുള്ള സാധനമാണിത്. ഇതിൻ്റെ ഓക്സിലേക്കുള്ള മെയിൻ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഏറ്റവും താഴെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഈ നോബ് എന്ന് പറയുന്നത് പാൻ കൺട്രോൾ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ചാനലുകളാണുള്ളത്, സ്റ്റീരിയോ ചാനലുകൾ. ഇതിൽ ലെഫ്റ്റിൽ മാത്രം നമുക്ക് കേട്ടാൽ മതിയെങ്കിൽ നമ്മൾ ഈ ഓറഞ്ച് കളറിലെ നോബിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്പീക്കറിൽ മാത്രമായിരിക്കും ഈ ഒരു ചാനലിൽ നിന്ന് വരുന്നത്. അതായത് ഇവിടെ മൈക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും കിട്ടുക. റൈറ്റ് സൈഡിൽ അത്ര കാര്യമായിട്ട് അത് കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് ഇത് ഒരു മിഡ് റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് 2 ചാനലിലേക്കും കിട്ടണം. അതുകൊണ്ട് നമ്മളിതൊരു മിഡ് റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത്രയും നോബുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫെയ്ഡറുണ്ട്. ഇതിനാണ് ഫെയ്ഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു മ്യൂട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മ്യൂട്ട് സ്വിച്ച് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ അത് പച്ച കളറിലാവും. ഇപ്പോൾ ഇത് പച്ച കളറിലായിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച കളറിലായിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ചാനലിൽ നിന്നുള്ള ഓഡിയോ എന്താണെങ്കിലും അത് നമുക്ക് മെയിൻ ഔട്ടിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ മെയിൻ ഔട്ടിലേക്ക് പോകുന്ന വോളിയം എത്രയാണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ താഴെ ഒരു ഫെയ്ഡർ കൊടുത്തിരിക്കുന്നത്. ഈ ഫെയ്ഡർ മുകളിലേക്ക് ഉയർത്തുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ ചാനലിൽ നിന്ന് വരുന്ന വോളിയം നമ്മുടെ മെയിൻ ഔട്ടിലേക്ക് വരും. അവിടുന്ന് മെയിൻ ഔട്ടിലേക്ക് വരും, മെയിൻ ഫെയ്ഡറിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചാനലുകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഫെയ്ഡർ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു ലെഫ്റ്റ് റൈറ്റ് ഫെയ്ഡർ. നമുക്ക് ഫെയ്ഡർ മുകളിലേക്ക് തള്ളുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഈ മൊത്തം ചാനലിൽ നിന്ന് വന്നിരിക്കുന്ന ഓഡിയോ സിഗ്നലുകൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഇനിയും വേറൊരു കാര്യം നോക്കുക, നമ്മൾ ഓക്സ് 1 ഓക്സ് 1 ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ലെഫ്റ്റ് റൈറ്റ് കൺട്രോളുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അത് പോകുന്നത് ഈ ഓക്സിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഓഫാക്കി വെച്ചിരിക്കുക, നോബ് തിരിച്ച് 0-ൽ കൊണ്ടുവച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മോണിറ്ററിലേക്ക് ഒരു സൗണ്ടും കിട്ടത്തില്ല. ഇത് പൊക്കിയെന്ന് പറഞ്ഞാലും കിട്ടത്തില്ല. അപ്പോൾ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോബ് തിരിച്ചു കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ഓക്സിലേക്ക് സൗണ്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടിപ്പം ഈ ഓരോ ചാനൽ ഇൻഡിവിജ്വൽ ചാനലിലെ നോബുകളുടെ കാര്യങ്ങൾ നമ്മൾക്ക് പറയാനുള്ളത്. ഇനി ഇത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കുക. അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ അത് പരിഹരിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.